യു എയിലെ വിസയും മാസ്റ്റർ കാർഡും ഇനി ചരിത്രമാകുമോ? എന്താണ് ജയ്വാൻ കാർഡ്? പ്രവാസികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില മാറ്റങ്ങളെ കുറിച്ച് അറിയാം. നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ATM കാർഡിലേക്ക് ഒന്നുകൂടി നോക്കൂ. അതിൽ വിസ എന്നോ മാസ്റ്റർ കാർഡോ എന്ന് എഴുതിയിരിക്കുന്നത് കാണാമല്ലേ? എന്നാൽ ഇനി മുതൽ യു എയിൽ താമസിക്കുന്ന പ്രവാസികളുടെ കൈകളിൽ അത്തരം വിദേശ ബ്രാൻഡുകൾക്ക് പകരം ജയ്വാൻ എന്ന തദ്ദേശീയ കാർഡുകൾ സ്ഥാനം പിടിക്കാൻ പോവുകയാണ്. യു എയിലെ ബാങ്കിംഗ് മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമായിരിക്കുകയാണ്. യു എസ് സെൻട്രൽ ബാങ്കിന്റെ മേൽനോട്ടത്തിൽ രാജ്യത്തിന്റെ സ്വന്തം പേയ്മെന്റ് കാർഡ് നെറ്റ്വർക്കായ ജയ്വാൻ ഔദ്യോഗികമായി വിപണിയിലെത്തിക്കഴിഞ്ഞു. യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും സെൻട്രൽ ബാങ്ക് ബോർഡ് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ ആണ് ഈ ചരിത്രപരമായ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. വിദേശ പേയ്മെന്റ് കമ്പനികളെ മാത്രം ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് വരും മാസങ്ങളിൽ യു എയിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളിലേക്കും ബാങ്കുകൾ വഴി ഈ കാർഡുകൾ എത്തിച്ചേരും. എന്താണ് ഈ ജയ്വാൻ കാർഡ് എന്ന് ആലോചിച്ച് തലക് പുകയ്ക്കേണ്ടതില്ല. ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂപേ കാർഡുകൾ അല്ലെങ്കിൽ സൗദിയിലെ മദ കാർഡുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് യു എയിൽ ജയ്വാൻ എന്ന പേരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സെൻട്രൽ ബാങ്കിന്റെ ഉപകമ്പനിയായ അൽ ഇത്തിഹാദ് പേയ്മെന്റ് ആണ് ഈ സംവിധാനം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ATM-ൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ ആ പണമിടപാർ പ്രോസസ് ചെയ്യുന്നത് ഒരു പ്രത്യേക നെറ്റ്വർക്ക് വഴിയാണ്. ഇത്രയും കാലം അമേരിക്കൻ കമ്പനികളായ വിസ, മാസ്റ്റർ കാർഡ് എന്നിവയായിരുന്നു ഈ സേവനം യു എയിൽ നൽകിയിരുന്നത്. എന്നാൽ ഇനി മുതൽ യു എക്ക് സ്വന്തമായി ഒരു പേയ്മെന്റ് പാതയുണ്ടാകും. അതാണ് ജയ്വാൻ. പലർക്കും തോന്നുന്ന പ്രധാന സംശയം വിസയും മാസ്റ്റർ കാർഡും നന്നായി പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് യു എ സ്വന്തമായി ഒരു കാർഡ് കൊണ്ടുവരുന്നത് എന്നാണ്. ഇതിന് പിന്നിൽ വലിയൊരു സാമ്പത്തിക ശാസ്ത്രവും സുരക്ഷാ തന്ത്രവുമുണ്ട്. നിലവിൽ നമ്മൾ യു എയിലെ ഒരു കടയിൽ പോയി ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ വിവരങ്ങൾ അമേരിക്കയിലെ സെർവറുകളിൽ പോയാണ് വെരിഫൈ ചെയ്യപ്പെടുന്നത്. എന്നാൽ ജയ്വാൻ കാർഡ് ഉപയോഗിക്കുമ്പോൾ ഇടപാടുകളുടെ എല്ലാ ഡേറ്റയും യു എയുടെ സ്വന്തം നെറ്റ്വർക്കായ യു എ സ്വിച്ച് വഴി രാജ്യത്തിനകത്ത് തന്നെ സുരക്ഷിതമായി പ്രോസസ് ചെയ്യപ്പെടും. ഇത് ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം ഉറപ്പാക്കാനും വലിയ രീതിയിൽ സഹായിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മാറ്റം ഇടപാട് ഫീസിലെ കുറവാണ്. സാധാരണയായി വ്യാപാരികൾ വിസയോ മാസ്റ്റർ കാർഡോ വഴി പണം സ്വീകരിക്കുമ്പോൾ വലിയൊരു ശതമാനം തുക ഫീസായി ആ അന്താരാഷ്ട്ര കമ്പനികൾക്ക് നൽകേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ ഈ അധിക ചെലവ് വ്യാപാരികൾ ഉപഭോക്താക്കളുടെ തലയിൽ വെച്ചുകെട്ടാറുമുണ്ട്. എന്നാൽ ജയ്വാൻ കാർഡുകൾ യു എയുടെ പ്രാദേശിക നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നതിനാൽ പ്രോസസിംഗ് ഫീസ് വളരെ കുറവായിരിക്കും. ഇത് ചെറുകിട കച്ചവടക്കാർക്കും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും ഒരുപോലെ സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. ഒരു ഇടപാട് നടക്കുമ്പോൾ പണം വിദേശത്തേക്ക് ഒഴുകിപ്പോകാതെ രാജ്യത്തിനുള്ളിൽ തന്നെ നിൽക്കാനും ഇത് വഴിതെളിക്കും. ഇനി പ്രവാസികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് വരാം. ഈ കാർഡ് ഉപയോഗിച്ച് നാട്ടിൽ പോകുമ്പോൾ പണം പിൻവലിക്കാനോ പർച്ചേസ് ചെയ്യാനോ സാധിക്കുമോ? അതിനായി സെൻട്രൽ ബാങ്ക് രണ്ട് തരത്തിലുള്ള ജയ്വാൻ കാർഡുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് മോണോ ബാഡ്ജ് കാർഡുകളാണ്. ഇത് യു എയിലും മറ്റ് GCC രാജ്യങ്ങളിലും മാത്രമായിരിക്കും പ്രവർത്തിക്കുക. രണ്ടാമത്തേത് കോ ബാഡ്ജ് കാർഡുകളാണ്. ഇതിൽ ജയ്വാന്റെ ലോഗോയ്ക്ക് ഒപ്പം വിസ, മാസ്റ്റർ കാർഡ്, ഡിസ്കവർ അല്ലെങ്കിൽ യൂണിയൻ പേ എന്നിവയുടെ ലോഗോ കൂടി ഉണ്ടാകും. ഇത്തരത്തിലുള്ള കോ ബാഡ്ജ് കാർഡുകൾ നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും തടസ്സമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും എന്ന് അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് മറ്റൊരു വൻ സന്തോഷ വാർത്ത കൂടിയുണ്ട്. യു എയുടെ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സും ഇന്ത്യയുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനും തമ്മിൽ ലോജിസ്റ്റിക്സ് മേഖലയിലും സാമ്പത്തിക ഇടപാടുകളിലും കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ജയ്വാൻ കാർഡുകളും ഇന്ത്യയിലെ റൂപേ കാർഡുകളും പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിക്കും. അതായത് ഒരു മലയാളി പ്രവാസിക്ക് തന്റെ ജയ്വാൻ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലെ UPI ID-യിലേക്കോ റൂപേ അക്കൗണ്ടുകളിലേക്കോ വളരെ കുറഞ്ഞ ചെലവിൽ നേരിട്ട് പണം അയക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന് പർച്ചേസ് ചെയ്യാനോ സാധിക്കുന്ന ദിനങ്ങൾ വിദൂരമല്ല. അന്താരാഷ്ട്ര മണി ട്രാൻസ്ഫർ ഏജൻസികൾക്ക് നൽകേണ്ടി വരുന്ന ഭീമമായ സർവീസ് ചാർജുകൾ ഒഴിവാക്കാൻ ഇത് പ്രവാസികളെ വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിലവിൽ യു എയിലെ മുൻനിര ബാങ്കുകൾ ജയ്വാൻ കാർഡുകൾ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് അബുദാബി ബാങ്ക് തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ജയ്വാൻ ഡെബിറ്റ് കാർഡുകൾ നൽകാൻ ആരംഭിച്ചു. ഫസ്റ്റ് അബുദാബി ബാങ്കിന്റെ ആപ്പ് വഴിയോ ശാഖകൾ വഴിയോ അർഹരായ ഉപഭോക്താക്കൾക്ക് ഇതിനായി അപേക്ഷിക്കാം. അതേസമയം കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായ് പ്രീപെയ്ഡ് കാർഡുകളുടെ രൂപത്തിലാണ് ജയ്വാൻ അവതരിപ്പിക്കുന്നത്. ഇതിനു പുറമെ രാജ്യത്തെ ആയിരക്കണക്കിന് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ ജയ്വാൻ കാർഡുകൾ സ്വീകരിക്കാനായി നെറ്റ്വർക്ക് ഇന്റർനാഷണൽ തങ്ങളുടെ പേയ്മെന്റ് ഗേറ്റ്വേയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അൽ അൻസാരി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വരും ദിവസങ്ങളിൽ ഈ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാങ്കേതിക വിദ്യയിലും സുരക്ഷയിലും വിദേശ കാർഡുകളെക്കാൾ ഒട്ടും പിന്നിലല്ല ജയ്വാൻ. കോൺടാക്ട്ലെസ് സൗകര്യം, ഓൺലൈൻ പർച്ചേസുകൾക്ക് ആവശ്യമായ 3D സെക്യൂർ ഒതന്റിക്കേഷൻ, ചിപ്പ് ആൻഡ് പിൻ സുരക്ഷ എന്നിവയെല്ലാം ഈ കാർഡുകളിലുണ്ട്.
കൂടാതെ ആപ്പിൾ പേ, ഗൂഗിൾ പേ, സാംസങ് പേ തുടങ്ങിയ ഡിജിറ്റൽ വാലറ്റുകളിലേക്ക് കാർഡ് ആഡ് ചെയ്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നേരിട്ട് പണമടയ്ക്കാനും സാധിക്കും. കാർഡ് വിവരങ്ങൾ ചോരാതിരിക്കാൻ ഡിജിറ്റൽ ടോക്കണുകൾ ഉപയോഗിക്കുന്ന ടോക്കണൈസേഷൻ സാങ്കേതിക വിദ്യയും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ ഉപഭോക്താക്കൾക്ക് യാതൊരുവിധ ആശങ്കയും ആവശ്യമില്ലെന്ന് ബാങ്കിംഗ് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു. യുഎയിലെ സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഇതൊരു താൽക്കാലിക മാറ്റമല്ല, മറിച്ച് ദീർഘകാല പദ്ധതിയുടെ ഭാഗമാണ്. സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം വരും വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി യുഎയിലെ ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്കും ജൈവാൻ ഡെബിറ്റ് കാർഡുകൾ നിർബന്ധമായി നൽകാനാണ് തീരുമാനം. 2027ഓടെ രാജ്യത്തെ ബാങ്കിംഗ് ഇടപാടുകളുടെ വലിയൊരു ശതമാനവും ജൈവാൻ നെറ്റ്വർക്കിലേക്ക് മാറ്റപ്പെടും. പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം വിദേശ കമ്പനികളുടെ കുത്തക അവസാനിപ്പിക്കാനും ഈ നീക്കം വഴി സാധിക്കും. കൂടാതെ ജൈവാൻ കാർഡ് ഉടമകൾക്കായി പ്രത്യേക റിവാർഡ് പോയിന്റുകളും എയർലൈൻ ടിക്കറ്റുകളിലും ഷോപ്പിംഗുകളിലും ഇളവുകളും നൽകാൻ പ്രമുഖ കമ്പനികളുമായി ധാരണയായിട്ടുണ്ടെന്നും ബാങ്കുകൾ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ വിസയ്ക്കും മാസ്റ്റർ കാർഡിനും ബദലായി യുഎഇ അവതരിപ്പിച്ച ജൈവാൻ കാർഡുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുമെന്നതിൽ സംശയമില്ല. നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പുതിയ കാർഡ് മാറ്റാനുള്ള സന്ദേശം വരുമ്പോൾ ആശങ്കപ്പെടാതെ അത് സ്വീകരിച്ച് ഉപയോഗിച്ചു തുടങ്ങാം. നാട്ടിലേക്ക് കുറഞ്ഞ ചെലവിൽ പണം അയക്കാനും യുഎഇക്കുള്ളിലെ ഷോപ്പിംഗിനും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. കൂടുതൽ ബാങ്കിംഗ് അപ്ഡേറ്റുകൾക്കായി നിങ്ങളുടെ ബാങ്കിന്റെ ഔദ്യോഗിക ആപ്പുകൾ ഇടയ്ക്കിടെ പരിശോധിക്കാൻ മറക്കരുത്.